നമസ്കാരം. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ ഇന്നലെ നമ്മളുടെ പർലി ഹോസ്പിറ്റലിലെ അവിടുത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോയി. അത് വേറൊന്നുമല്ല, അവിടുത്തെ പർലി ഹോസ്പിറ്റലിൽ, നമ്മുടെ പർലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ ശോചനീയ അവസ്ഥയെക്കുറിച്ചൊരു കുറേ പേര് എന്നോട് പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാനാണ് അവിടെ പോയത്. അതിൻ്റെ വീഡിയോ ഏകദേശം ഒരു നാളെയോ മറ്റന്നാളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരമ്മയെ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ഒരു മീഡിയ എന്നാണ് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് കുറച്ച് ഒരു കാര്യം പറഞ്ഞു. ഏകദേശം ഒരു 8-9 മാസമായിട്ട് അവരുടെ വീട്ടിന് മുന്നിലുള്ള പോസ്റ്റ് ലൈറ്റ് കത്തുന്നില്ല. അതായത് പർലി പഞ്ചായത്തിലെ 12-ാം വാർഡിലെ 5-ാം മൈലിൽ 12-ാം വാർഡിലെ അവിടുത്തെ അമ്മയാണ്. ആ എനിക്ക് ആ അമ്മയുടെ പേര് ചോദിക്കാൻ മറന്നുപോയി. കുറേ പ്രാവശ്യം അവിടുത്തെ ബഹുമാനപ്പെട്ട മെമ്പറെ വിളിച്ചെങ്കിലും അവർ യാതൊരു മറുപടിയും കൊടുത്തില്ല, ഫോൺ എടുത്തില്ല, അതിന് ഒരു പ്രതികരിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം പിന്നെ അവരെ കണ്ടപ്പോൾ ഇങ്ങനെ എൻ്റെ വീട്ടിൽ മുന്നിലുള്ള പോസ്റ്റിൽ ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ KSEB പോയി പരാതി പറയാൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് അവിടെ പോയപ്പോൾ അവിടെ പോസ്റ്റിൽ കയറാൻ ആളില്ല എന്നാണ് അത്ര അവർ മറുപടി പറഞ്ഞത്. അപ്പോൾ അമ്മ എന്നോട് പറയാണ്, പിന്നെ എനിക്ക് പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റുമോ, എന്താണ്? ഏകദേശം 1 വർഷമായിട്ടാണ് അവസ്ഥയാണത്. അത് ഇതിൽ മെമ്പർക്കൊരു ഉത്തരവാദിത്വം. താങ്കൾ അതിന് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് അതിനല്ലേ? താങ്കൾ ഒരു ജനപ്രതിനിധിയല്ലേ താങ്കൾ? അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കേണ്ട ചുമതല താങ്കൾക്കില്ലേ? നമുക്ക് നോക്കാം എന്താണ് അമ്മയുടെ പ്രതികരണം എന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് പറയാം, ബാക്കി കാര്യങ്ങൾ കിടക്കാം. 100 രൂപ വിളിച്ച് കഴിയുന്നവരെ വിളിച്ചിട്ട് പോസ്റ്റിൽ ലൈറ്റ് ഇട്ടില്ല. എന്തിനാ വിളിച്ചത്? പോസ്റ്റിൽ ലൈറ്റ് ഇല്ല. എത്രയായി കഴിഞ്ഞിട്ട്? അവിടെ മീറ്റിംഗ് വന്നു, സുമാർ ഒരു 9 മാസം 10 മാസം. അതിനുശേഷം ലൈറ്റ് ഇട്ടിട്ടില്ല. വിളിക്കുമ്പോൾ എന്താ പറയുന്നത്? മെമ്പറെ കാണാൻ പറഞ്ഞു. മെമ്പറെ കണ്ടപ്പോൾ ഇവിടെ പോസ്റ്റിൽ ടെലിഫോൺ ഇവിടെ വരാൻ പറഞ്ഞു. ഏതാ വാർഡ്? ഏതാണ്? 5-ാം മൈൽ. ഏതാ വാർഡ്? കാർപ്പൻ്റർ ആശാരിമാര്. 12 വാർഡ് അല്ലേ? മെമ്പർ പ്രേമല്ലേ? മെമ്പർ പ്രേമനെ 100 രൂപ കഴിഞ്ഞവരെ വിളിച്ചിട്ട് എന്താണെന്ന് അവൾ ചോദിച്ചിട്ടില്ല. ഇപ്പം അവള് ഞാൻ പറഞ്ഞപ്പോൾ പോസ്റ്റിൽ കയറാൻ ആളില്ല പറഞ്ഞു. ഇനി പെണ്ണുങ്ങൾക്ക് പോസ്റ്റിൽ കയറാൻ പറ്റുമോ? വൈകുന്നേരം പന്നി, പൂച്ച, നായി, പാമ്പ്. ഇപ്പം ദിവസം പാമ്പിൻ്റെ ഉപദ്രവം. 12-ാം വാർഡാണല്ലേ? 12-ാം വാർഡ്. 5-ാം മൈൽ എടുത്തറ. 5-ാം മൈൽ മെമ്പർ പ്രേമ അല്ലേ? ഏഴിന് ഞങ്ങൾ പോസ്റ്റിലെ നമ്പർ വിളിക്കാൻ പറഞ്ഞു. അതും വിളിച്ചപ്പോൾ ഒരാൾ എന്താ അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല പറഞ്ഞു. പോസ്റ്റിൽ അവിടെ പൈസ വാങ്ങിക്കാൻ പറ്റില്ലേ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അറിയാം. ഏകദേശം 9 മാസമായി. 9 കഴിഞ്ഞു. 1 വർഷം ആകാനായി. വിളിക്കുമ്പോൾ ശരിയാക്കി പറയുന്നു. അതിനെ കൊണ്ട് പറയുന്നു. ആരും പറഞ്ഞ കാര്യമില്ല അല്ലേ? അപ്പോൾ 1/2 ലിറ്റർ മണ്ണെണ്ണ റേഷൻ കണ്ട് തരുന്നു. ഇപ്പോൾ അതും ഇല്ല. ഇപ്പോൾ ഡീസൽ 100 രൂപയ്ക്ക് വാങ്ങിയിട്ടാണ് വീട്ടുകൾ ഉപയോഗിക്കുക. ഇപ്പോൾ ലൈറ്റ് ഇല്ലല്ലോ, എല്ലാവരുടെ വീട്ടിലും ലൈറ്റ് ഉണ്ടല്ലോ. ആ ലൈറ്റ് കത്തന്നെ 100 രൂപൻ്റെ എണ്ണ വാങ്ങിയിട്ടാണ് കത്തിക്കുന്നത്. മറ്റേ മെമ്പർ പ്രേമനെ 100 രൂപ കഴിയുന്നവരെ ഞങ്ങൾ വിളിച്ചിട്ടോ അവൾ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ പോകാൻ പറഞ്ഞു. അവിടെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അത് പോസ്റ്റ് നേരെയാക്കില്ല അവരെന്ത് പറയും പറഞ്ഞു. പോസ്റ്റ് നേരെയാക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞു? നിങ്ങൾ ആരെയും വിളിക്കുക, പോസ്റ്റ് കയറാൻ ആരും. പിന്നെ പെണ്ണുങ്ങൾ പോസ്റ്റ് കയറണ ലൈറ്റ് ഇടാൻ വരുന്നവർ പറഞ്ഞേ ആണുങ്ങൾക്ക് മാറ്റി കയറാൻ പറ്റും. ഇനി പെണ്ണുങ്ങൾ മാറ്റി കയറാം പോസ്റ്റിൽ. 2 കയ്യിൽ അരി കൊടുത്തിട്ട് പോസ്റ്റിനെ കുറിച്ച് അങ്ങനെ 1/2 ലിറ്റർ മണ്ണെണ്ണ പോസ്റ്റിന് മുകളിൽ പോയിട്ട് കേട്ടാ. കുഞ്ഞുമക്കൾ വൈകുന്നേരം എല്ലാ വീട്ടിലും കുഞ്ഞുമക്കളുണ്ട്. മിരിങ്ങന്നാളിന് ഉച്ചക്ക് 2:30 പാമ്പിനെ കൊന്നത് പോസ്റ്റുണ്ട്. പടക്കോല വെട്ടി വരിക്കും. അപ്പോൾ കുട്ടി 2 പാടവും കൊണ്ട് ഇരിക്കണം. മൂപ്പൊരു പാടം ഓർക്കും. ഉച്ചയ്ക്ക് 2 മണി. അപ്പോൾ രാത്രി എന്തായാലും ഈ പഴക്കോലിൻ്റെ അടിയിൽ ചുറ്റിക്കിടക്കും. അപ്പോൾ എവിടുന്നായി സാധനം വന്നെന്ന് അറിയുന്നില്ല. KSEBക്കാർ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് ആളില്ല, ഞങ്ങൾക്ക് അവർ പോസ്റ്റ് കയറാൻ ആളില്ല. ആരും വരുമില്ല. മെമ്പർ പ്രേമനെ വിളിച്ചു. അത് അവൾ ഒരു ഉപകാരം ചെയ്യുന്നില്ല. ഏഴിന് നിങ്ങൾ നമ്പർ അയച്ചു കൊടുക്കും പറഞ്ഞു. ഞങ്ങൾ പോസ്റ്റിൽ നമ്പർ അയച്ചു കൊടുത്തു. ഇന്ന് ഇത്ര നേരം ആരും വന്നില്ല. ഇടിമഴ വരുമ്പോൾ ഈ പോസ്റ്റിൽ ഓടെങ്കിൽ ഒരു ലൈറ്റിൻ്റെ ഒരു മിന്നലും മിന്നും. ഏകദേശം 1 വർഷമായി അല്ലേ? അത് കഴിയും. അതാണ് ശരി. കണ്ടില്ല അമ്മയുടെ പ്രതികരണം? ഏകദേശം 1 വർഷമായി എന്ന് പറഞ്ഞു ഈ അവിടുത്തെ പോസ്റ്റിലെ അവരുടെ വീട്ടിൽ മുന്നിലുള്ള പോസ്റ്റിൽ ലൈറ്റ് കത്തിയിട്ട്. ഇതാണോ ജനപ്രതിനിധികൾ? ഇങ്ങനെയാണ് ജനപ്രതിനിധികൾ പെരുമാറേണ്ടത്? ഇങ്ങനെയാണോ KSEBക്കാർ പറയേണ്ടത്? KSEB ഉദ്യോഗസ്ഥന്മാർ പറയേണ്ടത്?
താങ്കൾക്ക് നിങ്ങൾക്കുള്ള എല്ലാ സർക്കാർ ജീവനക്കാർക്കും, അതായത് സർക്കാർ ജീവനക്കാർക്കും അതുപോലെ പഞ്ചായത്ത് എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത് സാധാരണ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങളെല്ലാവരും ജനസേവകരാണ്. ജനങ്ങളാണ് യഥാർത്ഥ യജമാന്മാർ. നിങ്ങൾ അവരുടെ ജോലിക്കാരാണ്, നിങ്ങൾ അവരുടെ സേവകരാണ്. അല്ലാതെ നിങ്ങളല്ല നിങ്ങളല്ല യജമാന്മാർ, നിങ്ങളല്ല രാജാക്കന്മാർ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ ജനപ്രതിനിധികൾക്കും ശമ്പളം കൊടുക്കുന്നത് സാധാരണ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ്. മനസ്സിലായി? അത് ആ കാര്യം നിങ്ങൾക്ക് എപ്പോഴും ബോധ്യം വേണം. നിങ്ങൾക്ക് മെമ്പർക്ക് ഇങ്ങനെ പെരുമാറുമ്പോഴോ, ഇങ്ങനെ പെരുമാറാനാണോ അവിടുത്തെ ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചു വിട്ട ബഹുമാനപ്പെട്ട മെമ്പറെ? ഞാൻ താങ്കളെ ആക്ഷേപിക്കാൻ പറയല്ല, ആ അമ്മക്ക് പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. ഇത്രയും നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക്. KCBക്കാർ അങ്ങനെ പറഞ്ഞെങ്കിൽ താങ്കൾ നേരിട്ട് പോയി ഇടപെട്ട അവിടുത്തെ ഈ അമ്മ പറഞ്ഞ കാര്യത്തിൽ ഒരു പരിഹാരം കാണിച്ചു കൊടുക്കേണ്ട ചുമതല നിങ്ങൾക്കല്ലേ ബഹുമാനപ്പെട്ട മെമ്പറെ? നിങ്ങൾക്ക് ഇതെല്ലാം പറയുമ്പോൾ ഒരു ഷെയിം തോന്നുന്നു നിങ്ങൾക്ക്. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ അവരോട് ഇത്ര അഹന്തയോട് പെരുമാറാൻ കഴിയും നിങ്ങൾക്ക്? കാര്യം കഴിയുന്നവരെ നാരായണ, കാര്യം കഴിഞ്ഞാൽ കൂരായണം എന്ന് പറഞ്ഞു പറയാം. നമ്മൾ ജനങ്ങൾ ഒരാളെ ജയിപ്പിക്കുന്നവരെ അവരുടെ ചേട്ടാ അല്ലെങ്കിൽ അവരെ വീട്ടിൽ പോയി കാല് പിടിക്കുക, അല്ലെങ്കിൽ മറ്റ് കാല് പിടിക്കുക, കൈ പിടിക്കുക, എപ്പോഴും കൂടെ നടക്കുക, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞ് യാതൊരു തിരിഞ്ഞു നോക്കില്ല. അതന്നെ കാര്യം കഴിയുന്നവരെ നാരായണ, കാര്യം കഴിഞ്ഞ കൂരായണ പറഞ്ഞു പോലെ ജനം ഇപ്പോഴത്തെ ഈ ബഹുമാനപ്പെട്ട ഈ മെമ്പറിൻ്റെ ആ അമ്മ പറയുമ്പോൾ, ആ അമ്മ പറഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ബഹുമാനപ്പെട്ട മെമ്പറിൻ്റെ ഈ അവസ്ഥ, ഇപ്പോഴത്തെ നിലപാട് കാര്യം കഴിയുന്നവരെ നാരായണ, കാര്യം കഴിഞ്ഞ കൂരായണ എന്നാണ് ബഹുമാനപ്പെട്ട മെമ്പറിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കും മെമ്പർ. താങ്കൾ ഇടപെട്ട് KCB KCB പോയി എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിൽ മുന്നിൽ ലൈറ്റ് ഇട്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കും നിങ്ങൾ ബഹുമാനപ്പെട്ട മെമ്പറെ. ഒരിക്കലും ഒരു ജനപ്രതിനിധി നിങ്ങൾ പെരുമാറാൻ പാടില്ല. നിങ്ങൾക്ക് ഷെയിം തോന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ? നിങ്ങൾക്ക് ഒരു നാണക്കേട് തോന്നില്ലേ മെമ്പറെ? എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കും മെമ്പറെ. എത്രയും പെട്ടെന്ന് ഇത് കണ്ട് ഇതിന് KCB പോയി KCB ഉദ്യോഗസ്ഥ അവിടെ കണ്ട് ലൈൻമാൻമാരെ കണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഒരു പരിഹാരം കാണും. അതിനൊരു പരിഹാരം നിങ്ങൾ ആദ്യം ചെയ്തു കൊടുക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന്. പിന്നെ ആ അമ്മ എന്നോട് പോകുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞു. വേണമെങ്കിൽ ആ ലൈറ്റ് ഇടാനുള്ള പൈസ, എൻ്റെ വീട്ടിൻ്റെ മുന്നിലുള്ള പോസ്റ്റിൽ ലൈറ്റ് ഇടാനുള്ള പൈസ ഞാൻ കൊടുക്കാം, എത്ര ചിലവായി ഞാൻ കൊടുക്കാം എന്നും കൂടി ആ അമ്മ പറഞ്ഞു. അപ്പം എത്ര ഗതികെട്ടിട്ടുണ്ടാവും ആ അമ്മ. അതുകൊണ്ടല്ല അവരിങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട മെമ്പർക്കൊരു ഷെയിം തോന്നില്ല മെമ്പർ. ഇതിന് വല്ലാത്ത കഷ്ടമല്ല മെമ്പർ ഇതെല്ലാം.